ഉണ്ണിയമ്മേ കുമ്പടി വന്നു ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഒരു അവാർഡ് നിശ്ചയിച്ചത് ഞാൻ ശ്രദ്ധിച്ചിരുന്നു. പൊതുവിൽ ഇത്തരം കമന്റുകളൊക്കെ നമുക്ക് ഇവിടെ തന്നെ കൂടാ, എല്ലാം അറിഞ്ഞിട്ട് തന്നെ കാര്യം പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ പുള്ളിയുടെ പേരെന്തോ മാറി വിളിച്ചു, സന്തോഷ് നാരായണൻ എന്ന് വിളിച്ചു. അതൊക്കെ ഗോപാലകൃഷ്ണൻ ഒരു നമ്പർ അല്ലേ? ഇത് എന്റെ ഒരു നമ്പറാ. അതിൽ വേണ്ട തെണ്ടി. നമ്മളൊരാള് എംബാരസ്ഡ് ആയി ഇൻസൾട്ടഡ് ആയി നിൽക്കുന്ന സമയത്ത് നമുക്ക് വേറൊരാളെ അതേ നാണയത്തിൽ നമുക്ക് വേറൊരാളെ ഇൻസൾട്ട് ചെയ്യാൻ പാടുണ്ടോ? ഒരു കയ്യബദ്ധം നാറ്റുകരുത്. ഇവിടെ മോഹൻലാൽ സാറും മമ്മൂക്കൊക്കെ എന്തൊക്കെ അവർക്ക് ഉണ്ടാകുന്ന എന്തൊക്കെ മനസ്സിൽ ബുദ്ധിമുട്ടുണ്ട്, അതൊക്കെ പുറത്തെ ആൾക്കാരുടെ അടുത്തും മീഡിയയുടെ അടുത്തൊക്കെ കാണിക്കാൻ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തൊക്കെ ആരെയൊക്കെ ചീത്ത വിളിക്കണം, മൈൻഡ് ചെയ്യാതെ പോകണം. ഒരാവേശത്തിലെടുത്ത് ചാടി വേണ്ടായിരുന്നു അല്ലേ? വിട്ടവളി ആന പിടിച്ചാ കിട്ടൂ. കാണല്ലേ, അപ്പോൾ കാണുന്ന സമയത്ത് ആസിഫിനെ പോലത്തെ ഒരാളെ ഇങ്ങനെ ഇഗ്നോർ ചെയ്യുക എന്ന് വെച്ചാൽ പുള്ളി ആദ്യം പറഞ്ഞത് പുള്ളി തോളി തട്ടിന്ന്. അപ്പൊ പച്ച കള്ളല്ലേ, പുള്ളി തോളിനൊന്നും തട്ടിയിട്ടില്ല. പിന്നെ സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? പിന്നെ കുറച്ച് കഴിഞ്ഞ് വാർത്തയൊക്കെ കഴിഞ്ഞ് രാത്രി ആയപ്പോഴേക്ക് പുള്ളി മനസ്സിലായത് പണി വളയെന്ന് മനസ്സിലായപ്പോൾ പുള്ളി പറഞ്ഞു അത് സോറി എന്ന് പറഞ്ഞു. അപ്പൊ ഇപ്പൊ സോറി ഒന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. പിന്നെ ചൂടാണ്ട് ഇല്ല. അത് ഒരു നിമിഷം പുള്ളിക്ക് ഒരു വിഷമം ഉണ്ടായിട്ടുണ്ടാവുമല്ലോ. അത് നമുക്ക് ആ ഒരു ഫീലിംഗ് വരുമ്പോഴേ നമുക്കത് മനസ്സിലാവുള്ളൂ. 100% ഞാൻ യോജിക്കുന്നു. തെറ്റ് തന്നെയാണ്. ആസിഫ് അത് ഒരു ചെറിയ ചിരിയോടെ അത് അവസാനിപ്പിച്ചു. അതിനെ മൈൻഡ് ചെയ്തില്ല. അങ്ങനെയുള്ള ഞാൻ ഉപദേശിക്കുന്നു കരുതരുത്. മുതലാളി ഒരു ചെത്തിയാണ് ചെയ്തില്ല. അങ്ങനെയുള്ള ആൾക്കാർ നമ്മൾ ഈ ഒരു ചെറിയ ചിരിയിൽ നിന്ന് ഒതുക്കുക എന്നുള്ള മാത്രമേ ഉള്ളൂ. അനക്ക് ഇരിക്കട്ടെ ഒരു കുതിരപ്പാവൻ. പുള്ളി അതിന് കുറെ സോറിയൊക്കെ പറഞ്ഞു. പക്ഷെ അതെനിക്കൊരു സോറി ആയിട്ട് എനിക്ക് തോന്നി. അത് മനസ്സിൽ നിന്ന് പറഞ്ഞൊരു സോറി ആയിട്ട് തോന്നിയില്ല. കിട്ടിയ മുതലും പലിശ ചേർത്ത് കിട്ടി. ആരും കണ്ടില്ല. വാ, കുറെ സോറിയൊക്കെ പറഞ്ഞു. പക്ഷെ അതെനിക്കൊരു സോറി ആയിട്ട് എനിക്ക് തോന്നി. അത് മനസ്സിൽ നിന്ന് പറഞ്ഞൊരു സോറി ആയിട്ട് തോന്നിയില്ല. ചേട്ടാ, അപമാനിച്ചു കഴിഞ്ഞെങ്കിൽ ഞാൻ പോയിക്കോട്ടെ. അപമാനത്തിന് തന്നെ അപമാനമാണ് നീ. എല്ലാവർക്കും സന്തോഷമായല്ലോ? എനിക്ക് സന്തോഷമായി. എല്ലാവർക്കും പിരിഞ്ഞു പോവാം.